കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവെയിലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 3-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്. ഈജിപ്റ്റുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകത്തിൻ്റെ ചില സൂക്ഷ്മമായ കാര്യങ്ങൾ സംഖ്യാപുസ്തകത്തിൽ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ലേവ്യരുടെ കടമകളെപ്പറ്റി വളരെ കൃത്യമായൊരു വിവരണം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് സമാഗമ കൂടാരത്തോട് ചേർന്ന് കൂടാരമടിക്കുവാനും സമാഗമ കൂടാരം കൈകാര്യം ചെയ്യുവാനും അത് പരിപാലിക്കുവാനും പ്രത്യേക നിയോഗം ലഭിച്ചിരിക്കുന്ന ആളുകളാണ് ലേവ്യ ഗോത്രത്തിലുള്ളവർ. അവർ യുദ്ധത്തിന് പോവുകയോ അവർ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അവരുടെ ഏറ്റവും പ്രഥമമായ കർത്തവ്യം അവർ ദൈവത്തിൻ്റെ കൂടാരം ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് അവരുടെ ജന്മത്തെപ്പറ്റി പറയുന്നത്, ലേവ്യരെ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കൽപ്പന ഉണ്ടായിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആദിജാതന്മാരെല്ലാം, ഇസ്രായേൽ കുടുംബങ്ങളിലെ ആദിജാതന്മാരെല്ലാം കർത്താവിനുള്ളവരാണ് എന്നൊരു കൽപ്പന ആദ്യമേ ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും അതിൻ്റെ ഒരു പ്രായോഗിക വശം നഷ്ടപ്പെട്ടതുകൊണ്ട് ആദിജാതന്മാരെ കർത്താവിന് വേണമെന്നൊരു കൽപ്പന നിലനിൽക്കുക തന്നെ അതിനൊരു പരിഹാരമായിട്ട് ദൈവം ലേവ്യ ഗോത്രത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി മാറ്റി നിർത്തി. അപ്പോൾ ആ ഗോത്രത്തിൽ ജനിക്കുന്ന എല്ലാവരും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ അവർക്ക് മാത്രമായി നിജപ്പെടുത്തി. ആ കൂട്ടായ്മയിൽ നിന്നുള്ളവരല്ലാത്ത യാതൊരു വ്യക്തികളെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്നില്ല. മാത്രമല്ല, മറ്റാരെങ്കിലും അത് ചെയ്താൽ അത് വലിയ മാരക പാപമായി, മരണകാരണമായി തന്നെയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ആദിജാതന്മാർക്ക് പകരം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതുമാണ്. ഏറ്റവും വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ എന്നുള്ള നിലയിൽ അവർ തൻ്റേതാണ് എന്നും, ഈജിപ്റ്റുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ ഞാൻ മാറ്റി നിർത്തിയെന്നും, എന്നാൽ ഇപ്പോൾ അതിന് പകരമായി മറ്റൊരു ഉപായം കർത്താവ് തന്നെ വെക്കുന്നത് അതിന് പകരമായിട്ടാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിമോചനം സംഭവിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ജനതയെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ജനത്തോടുള്ള കർത്താവിൻ്റെ ബന്ധം ഈജിപ്തിൽ വെച്ച് തുടങ്ങിയതാണ്. ഈജിപ്തിൻ്റെ 400 വർഷക്കാലത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നത് ഈജിപ്തിൻ്റെ ആദിജാതന്മാരെ നിഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു നന്ദിയായി ദൈവം ഇസ്രായേലിൽ നിന്ന് ചോദിച്ചത്, ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കുന്ന ആദിജാതന്മാരെല്ലാം തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ മാറ്റി നിർത്തപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനും പകരമായി കർത്താവ് ഈ ഗോത്രത്തെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പിന്നിലുള്ളൊരു ദൈവിക പദ്ധതി വളരെ വലുതാണ്. ദൈവ ശുശ്രൂഷ അതിനൊരിക്കലും നമുക്ക് വിലയിടുവാൻ കഴിയുകയില്ല. വിലയ്ക്കതീതമായ ഏറ്റവും പരിശുദ്ധമായൊരു ശുശ്രൂഷ, ഒരു കർത്തവ്യം എന്ന് മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതനും ദൈവത്താൽ പ്രത്യേകം കൃപയാൽ ജന്മമെടുത്തവരാണ് എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ കൃപ നൽകി ദൈവം കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.